ഇപ്രാവശ്യത്തെ അടക്കര കാര്യമില്ല പോക്കന്നെയാണ് ഇല്ല മകാളിയുമാണ് അങ്ങനെ മരുന്നെടുക്കാൻ പറ്റില്ല ഒടുക്കത്തെ മഴ കൊണ്ട് കൃഷി കൊണ്ടൊന്നും ഇനി മുന്നോട്ട് പോകാനാവും തോന്നുന്നില്ല എന്താ ചെയ്യ ഓരോ കാലഘട്ടം ഇവിടെന്ന് ഈ ഓടി വരുന്നു എന്നാണ് സാധിച്ചു എവിടെ നോട്ടോ എന്റേത് മീൻകാരനാണ് കൊച്ചിന്ന് കൂക്കുമ്പോ നീ കേൾക്കുന്നുണ്ടല്ലോ ഓ മീന്റെ കൂലിയല്ലേ നീ പോണ്ടെന്നാ ഞാൻ വാങ്ങിട്ട് വരാം ഓ മീൻ വേണ്ടാത്ത ഒരാള് തമാശ പറയല്ലേ എന്നാ പിന്നെ പോയിട്ട് വാങ്ങിച്ചോ ഞാനൊന്ന് ഇങ്ങോട്ട് പോയി ഓ മീൻ അനക്കും വേണപ്പാ ഞാൻ വേഗം പോയിട്ട് വരാം പോയി ഇരുട്ടാവൂല്ല മീനിതേ എന്തോ ഭാഗത്തിന് മീൻകാരൻ പോയിട്ടാ ഇതാ ഓ ഭാഗ്യം ഞാൻ ഒന്നൊന്ന് കറിയാക്കിട്ട അലക്കല് പിന്നെയാക്കാം മീൻ എടുക്കും ഇതാ പരലാന്നേ 2 തരം മീനുണ്ടേ 2 തരം മീനുണ്ട് 100 റുപ്യക്കാ തന്നെ അപ്പൊ ഇതാ ഇന്നത്തെ നമ്മുടെ മീന് ഇത് പരലും ഉണ്ട് വേറെ ആ വലിയ മീനില്ലേ വേറെ സംഭവമാണ് എനക്കറിയൊന്നുമില്ല വാറ്റൊന്നും ഞാൻ പറഞ്ഞ ആ വലുത് പൊരിക്കാം വലുത് പൊരിക്കാം മറ്റത് കറിയാക്കാം എന്താ നീയല്ലേ മീൻ വാങ്ങാൻ വന്നിട്ട് ഓടി വന്ന് നീ പിന്നെ നീക്ക് ഇഷ്ടപ്പെട്ട മീൻ ഇപ്പൊ ആടെ ഉണ്ടാവണമെന്നുണ്ടാ പിന്നെ നീ ഓടി വന്ന് നീ മീൻ വാങ്ങാൻ പറഞ്ഞ മീൻ വാങ്ങിയ ഇതേ ഉണ്ടായിട്ടു മുറിക്ക് വേക്കാം പൂച്ചനെ കാണുന്നില്ലല്ലോ അല്ലേ ആ വലുതുണ്ടല്ലോ അത് അതിന് തല മാത്രം കളഞ്ഞാൽ മതി നമുക്ക് പൊരിച്ചെടുക്കാം ബാക്കി ഇത് കണ്ടാ ആ വലുത് എടുക്കറ നീ ആ ഇത് തല മാത്രം കളഞ്ഞാ 2-3 ഉണ്ട് തല ഒന്ന് ഇതാക്കി കളഞ്ഞാൽ മതി പൊരിക്കാം എനക്കറിയില്ല പൊരിക്കാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു മീൻകാരെ കുറ്റം പറയല്ലേ പിന്നെ മീൻ തരൂല ഇതല്ലേ അതിന്റെ അടിയില് ആ തന്നെ അതല്ലേ അല്ല അല്ല ഓക്കെ ആ ഇത്രയില്ല 4 എന്നാ പിന്നെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പൊ നമ്മുടെ മീൻ മുറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മീനെല്ലാം നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെറ്റിച്ച് വെക്കാനും ഇത് പൊരിക്കാനും അപ്പോൾ മസാല ഒന്ന് തയ്യാറാക്കാം ആദ്യം അപ്പോൾ നമ്മുടെ മസാല തയ്യാറാക്കാം ഇവിടെ നമുക്ക് കുറച്ച് മുളക് പൊടി എടുക്കാം കുറച്ച് കൂടുതൽ കേട്ടോ പൊരിക്കേണ്ട ഇതുകൊണ്ട് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളി കുരുമുളക് പൊടിയേ കുറച്ച് ലേശം അത്രയും ഉണ്ട് മതി ഉപ്പ് അപ്പോൾ കുറച്ച് കുടംപുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം തന്നെ നമുക്ക് മസാലയ്ക്ക് ചേർക്കാം അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ചേരുവകൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അപ്പോൾ മസാല തയ്യാറാക്കാം ആദ്യം സിമ്പിൾ മസാലയാണ് ഇതിലേക്ക് ദേശം വയ്ക്ക് കുറച്ച് അധികമായ അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കിയ ദേശം എടുത്തിട്ട് വരഞ്ഞു കൊടുത്തിനെ അപ്പോൾ ഇതിനൊന്ന് മസാല പിടിപ്പിക്കട്ടെ അപ്പോൾ നമ്മുടെ മീനിൽ മസാല പുരട്ടിയിട്ട് ഇപ്പം ഒരു അരമണിക്കൂറായി അല്ലേ ആദ്യം എന്നാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ മീൻ വറ്റിച്ചെടുക്കാം അപ്പോൾ തീ പറ്റിയിട്ടുണ്ട് ചട്ടി വെച്ച് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഉലുവയൊന്ന് മൂത്ത് വരട്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് ഇഞ്ചി കഷ്ണം കുറച്ച് കറിവേപ്പില നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക
ഇനി ഇവിടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുടംപുളിയാണ്. അപ്പം നമ്മുടെ മസാലയിൽ നിന്ന് എണ്ണയിൽ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മസാല കിടന്നിട്ട് വേവട്ടെ. നമ്മുടെ പരൽ മീൻ അല്ലേ, പരൽസ് വേവട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറി എന്തായി നോക്കട്ടെ. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അല്ലേ, റെഡി ആയി അല്ലേ. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇനി മീൻ പൊരിക്കാം അല്ലേ. പുറത്തോടെ മീൻ പൊരിയും കൂടെ റെഡിയാക്കാം. കല്ല് വെച്ച് കൊടുക്കാം. കല്ല് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ അങ്ങോട്ട് പോയില്ലേ. നല്ല മണമല്ലേ. നല്ലോണം മുരിയട്ടണേ. 10 മണി ആവാൻ തോന്നുന്നല്ലേ. മറ്റേ കൂടെ ആകുമ്പോൾ റെഡി ആവുമല്ലേ. പക്ഷെ മീൻ അധികം മുരിയാൻ പാടില്ല എന്ന് പറയും. അതിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ പൊരിച്ച മീനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി അത്താഴം കഴിക്കാം. ചോറ്, വറ്റിച്ച പരൽ മീൻ കറി, പരൽ മീൻ വറ്റിച്ചത് അല്ലേ, ചാറൊന്നും ഉണ്ടാവില്ല. സൈഡിലാക്കി മതി. ഒരു പൊരിച്ചത് കൊടുത്തോ. ആദ്യം നമ്മുടെ വറ്റിച്ച മീൻ കറി നോക്കട്ടെ. ഇനി കുറച്ച് ചാറും എന്താ ഇത് കഷ്ണം പിന്നെ ചാറ് കുറവാണെങ്കിലും സംഭവം നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ പൂച്ച വന്നിട്ടുണ്ടേ, വൈകിപ്പോയി. ഞാൻ കഴിക്കട്ടെ, ഒന്നും ചേരാം. എനക്കധികം ചാറ് കാണുന്നില്ല. മീൻ പൊരിച്ചത് ഇതാ. ചൂട് ചൂട്. ഓഹോ, ഇതാ ചോറും മീൻ പൊരിച്ചതും. പൊരിക്കാൻ ഇഷ്ടം നല്ല മീനാണ് കേട്ടോ ഈ സാധനം. അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. നല്ല മാംസത്തിൻ്റെ മീനാണ് ഇത്. അതിന് മുള്ളുണ്ട്.
മീൻ്റെ കറിവേപ്പിലെല്ലാം എടുക്കാമല്ലോ. കറിവേപ്പിലയും ചോറ് വെച്ചിട്ട് എന്നപ്പോൾ ഞാൻ കഴിക്കട്ടെ. നല്ല ടേസ്റ്റുള്ള കറി ആയിട്ടുണ്ട്.